നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കണ പഴയ ഇൻവെർട്ടർ ഉണ്ടല്ലോ, അത് 1 മണിക്കൂർ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കും അത് തിരിച്ച് ചാർജ് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബാറ്ററിയിൽ നിന്ന് 1 യൂണിറ്റ് വൈദ്യുതി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 യൂണിറ്റ് വൈദ്യുതി എടുക്കും തിരിച്ച് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് നമ്മളുടെ കറണ്ട് ബില്ല്, KSEBിയുടെ കറണ്ട് ബില്ല് കൂടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറ്റിയൊരു ഇൻവെർട്ടർ ഉണ്ട്. നമുക്കതൊന്ന് പരിചയപ്പെട്ടാലോ? ഇങ്ങനൊരു ബോക്സിലാണ് നമ്മളുടെ സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്നുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടർ വന്നത്. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ഞാൻ സോളാർ DC കേബിൾ സെറ്റ് ചെയ്ത് വെച്ചാണ് കൊറിയറായിട്ട് അയക്കാനായിട്ട്. ഇത് നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിന് 3 വർഷമാണ് നമുക്ക് വാറൻറ്റി ഉള്ളത്. ഇതിൻ്റെ വാറൻറ്റി കാർഡാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജും കാര്യങ്ങളെല്ലാം ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് ചുവപ്പും കറുപ്പും 2 വയറുകൾ ഹെവി ആയിട്ട് കണക്ട് ചെയ്തതിലാണ് സോളാർ പാനൽ കണക്ട് ചെയ്യണത്. HS 1500C എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വന്നത്. ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യണത് ഇതാണ്. അതുപോലെ തന്നെ ഈ ചുവപ്പും കറുപ്പും ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള 2 ടെർമിനലാണ്. ഹെവി കൂളിംഗ് ഫാൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാർ ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ മുകളിലായിട്ട് ഇൻവെർട്ടർ മോഡ്, UPS മോഡ് സ്വിച്ചും കാണാം. സെറ്റിങ്സിന് വേണ്ടി ഒരു സോക്കറ്റും ഉണ്ട്. സോളാറിൽ നിന്ന് മാത്രം ചാർജ് കയറ്റി നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ ലൈവായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിതെല്ലായിടത്തേക്കും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. DTDC കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫിലേക്കാണ് അയക്കണത്. 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്ലേ പോലത്തെ ബട്ടണിൽ ഞെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും.